മഹാരാഷ്ട്രയിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തുള്ള താക്കറെ കുടുംബം ഒന്നിക്കാൻ വഴിയൊരുങ്ങുന്നു. 2005-ൽ രാജ് താക്കറെ സ്വന്തം പാർട്ടി തുടങ്ങാനുള്ള തീരുമാനത്തെ തുടർന്നാണ് താക്കറെ കുടുംബം രാഷ്ട്രീയമായി പിളർന്നത്. 2 പതിറ്റാണ്ടിലേറെയായുള്ള പിളർപ്പ് അവസാനിക്കുകയാണ് എന്ന സൂചന നൽകി രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും രംഗത്തെത്തി. മറാത്തി സ്വത്വത്തിനും സംസ്കാരത്തിനും ഭീഷണിയുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയാണ് താക്കറെ കുടുംബം ഒന്നാകുന്നു എന്ന സൂചന നൽകുന്നത്. വ്യത്യസ്ത പരിപാടികളിൽ സംസാരിക്കവേ ശിവസേന, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്നിവയുടെ തലവരായ 2 നേതാക്കളും മഹാരാഷ്ട്രയുടെ ഭാഷാപരവും സാംസ്കാരികപരവുമായ താൽപര്യങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്ക് മുകളിലാണെന്ന പൊതു സന്ദേശം നൽകി. നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ മഹേഷ് മഞ്ജ്രേക്കറുമായുള്ള പോഡ്കാസ്റ്റിൽ പുനഃസമാഗമത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മഹാരാഷ്ട്രയുടെ താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്നാണ് രാജ് താക്കറെ പറഞ്ഞത്. ഉദ്ധവും ഞാനും തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളും നിസ്സാരമാണ്. മഹാരാഷ്ട്ര അതിനേക്കാളെല്ലാം വലുതാണ്. ഒന്നിച്ചു ചേരുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് ഇച്ഛാശക്തിയുടെ കാര്യമാണ്. ഇത് എന്റെ ആഗ്രഹമോ സ്വാർത്ഥതയോ മാത്രമല്ല. നമ്മൾ വലിയ ചിത്രം നോക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിലുടനീളമുള്ള എല്ലാ മറാത്തികളും ഒന്നിച്ച് ഒരൊറ്റ പാർട്ടി രൂപീകരിക്കണമെന്ന് രാജ് താക്കറെ എടുത്തു പറഞ്ഞു. 2005-ൽ ശിവസേനയിൽ നിന്ന് താൻ പോയതും 2022-ൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള പിളർപ്പും തമ്മിലുള്ള വ്യത്യാസവും രാജ് താക്കറെ ചൂണ്ടിക്കാട്ടി. ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ബിജെപിയുമായി ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിച്ചത് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലായിരുന്നു. MLA-മാരും MP-മാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ശിവസേന വിട്ടു. എന്നിട്ടും ബാലാസാഹിബ് താക്കറെ ഒഴികെ മറ്റാരുടെയും കീഴിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ തീരുമാനിച്ചു. ഉദ്ധവിനൊപ്പം പ്രവർത്തിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ലായിരുന്നു. അതിലെ മറുചോദ്യം മറുവശത്ത് എന്നോടൊപ്പം പ്രവർത്തിക്കാൻ ഇച്ഛാശക്തിയുണ്ടോ എന്നതാണെന്നും രാജ് താക്കറെ പറയുകയുണ്ടായി. മഹാരാഷ്ട്രക്കാർ നമ്മൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പറയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം കാര്യങ്ങളിൽ തന്റെ അഹങ്കാരം തടസ്സമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. അതേസമയം ഭാരതീയ കാംഗാർ സേന സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ധവ് താക്കറെയും അനുരഞ്ജനത്തിനുള്ള ഒരു സാധ്യത തുറന്നിട്ടു. ചെറിയ തർക്കങ്ങൾ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. മഹാരാഷ്ട്രയുടെ താൽപര്യാർത്ഥം എല്ലാ മറാത്തി ജനങ്ങളോടും ഒന്നിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. വ്യവസായങ്ങൾ ഗുജറാത്തിലേക്ക് മാറ്റുന്നുവെന്ന് പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് നമ്മൾ ഒന്നിച്ചിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കാമായിരുന്നു. നമുക്ക് മുന്നണി മാറുന്നത് തുടരാൻ കഴിയില്ല. ഒരു ദിവസം അവരെ പിന്തുണയ്ക്കുക, അടുത്ത ദിവസം അവരെ എതിർക്കുക, തുടർന്ന് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യുക. ഇത് പ്രായോഗികമല്ല. മഹാരാഷ്ട്രയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരെയും സ്വാഗതം ചെയ്യുകയോ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ അവരോടൊപ്പം ഇരിക്കുകയോ ചെയ്യില്ല എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. എല്ലാ മറാത്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ഹിന്ദി നിർബന്ധിത വിഷയമാക്കാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഇരു നേതാക്കളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ ഇരു നേതാക്കളുടെയും പ്രതികരണത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ബിജെപി നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാർ ആരംഭിച്ച ഈ നയം മറാത്തി ഭാഷയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇരു പാർട്ടികളുടെയും അഭിപ്രായം. ഇത് മറാത്തിയുടെ സാംസ്കാരിക നിലയെ ദുർബലപ്പെടുത്തുന്നുവെന്നും ഇരു നേതാക്കളും കൂട്ടിച്ചേർത്തു. ബിജെപി സർക്കാർ മറാത്തിക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയ സമയത്തുള്ള ഈ നടപടി വിരോധാഭാസമാണ് എന്നാണ് ഉയരുന്ന ആരോപണം. ഹിന്ദി നിർബന്ധമാക്കാൻ പോവുകയാണെങ്കിൽ ഘാട്കോപ്പറിൽ മറാത്തി നിർബന്ധമാക്കണമെന്ന് ഞാൻ ഫട്നാവിസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ഭാഷയെയും ഞങ്ങൾ എതിർക്കുന്നില്ല എന്നും താക്കറെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു.